സംഭവിക്കുന്നില്ല എന്നുള്ളതാണല്ലേ. അതെ. ഇനി നമുക്ക് പശ്ചിമേഷ്യയിലെ വാർത്തയിലേക്ക് തന്നെ വരാം. അശാന്തം പശ്ചിമേഷ്യ. കിഴക്കൻ ടെഹ്റാനിലെ IRGC ആസ്ഥാനവും ഖുദ്സ് ഫോഴ്സ് ആസ്ഥാനവും തകർന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന. രഹസ്യാന്വേഷണ വിഭാഗം ആസ്ഥാനം, സൈബർ യുദ്ധകേന്ദ്രം എന്നിവിടങ്ങളിലും ശക്തമായ ആക്രമണം നടന്നെന്നും പ്രതിരോധ സേന അറിയിക്കുന്നു. സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ച ആഭ്യന്തര സുരക്ഷാ യൂണിറ്റും തകർത്തു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഇസ്രായേൽ കനത്ത രീതിയിൽ ആക്രമണം നടത്തുകയാണ്. പ്രതിരോധ സേന തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്നു. അതായത് അവരുടെ തന്ത്രപ്രധാന മേഖലകളെല്ലാം തകർത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴും പലയിടങ്ങളിലും ആക്രമണം തുടരുകയുമാണ്. എന്തായാലും ഇറാൻ പറയുന്നത് ഞങ്ങൾ 18ാമത്തെ റൗണ്ട് ആക്രമണത്തിനും തുടക്കമിട്ടു. അതായത് ഇറാനും അടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ട്രംപിന്റെ വാക്കുകൾ അത് രണ്ടും കൽപ്പിച്ചിട്ടുള്ളതാണ്. എന്താണ് പുതിയ ഒരു നീക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിനോദ്, പ്രധാനമായും രണ്ട് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഈ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, അതായത് പ്രതിരോധ സേന തന്നെ വ്യക്തമാക്കുന്ന ചില വിവരങ്ങളുണ്ട്. ആ പ്രതിരോധ സേന വ്യക്തമാക്കിയ തകർത്ത കേന്ദ്രങ്ങളുടെ ഒരു പട്ടിക തന്നെ ഇന്നലെ രാത്രി അവർ പുറത്തുവിടുകയും ചെയ്തു. അത് ഔദ്യോഗികമായൊരു സംവിധാനമാണ്. ഈ കമാൻഡ് സെൻറ്ററുകളും അതിൻ്റെ പരിസരങ്ങളും തകർത്തു എന്ന് വളരെ കൃത്യമായി അറിയിച്ചുകൊണ്ട് അവർ തങ്ങളുടെ സമൂഹ മാധ്യമക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് IRGCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തകർത്തു. അത് നേരത്തെ തന്നെ തകർത്തതുമാണ്. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ്, ബാസിജ് ഹെഡ് ക്വാർട്ടേഴ്സ്, അതായത് ബാസിജ് എന്ന് പറയുന്നത് അവിടെ മതനിയമങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോലീസ് സംവിധാനമാണ്. മത പോലീസ് എന്നൊക്കെ പറയാവുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ ആസ്ഥാനവും തകർത്തു. അതുപോലെ തന്നെ ഖുദ്സ് ഫോഴ്സ്, നമുക്കറിയാവുന്നതാണ്, ഇറാൻ്റെ പ്രോക്സിയായി പ്രവർത്തിക്കുന്ന IRGCയുമായി നേരിട്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രോക്സിയാണ്. ആ പ്രോക്സിയുടെയും ഉദ്ദേശം ഇത് തന്നെയാണ്: ഇസ്രായേലിനെതിരെ നീക്കങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഇറാൻ്റെ സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തകർത്ത് കളഞ്ഞു. അതുപോലെ തന്നെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി, ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതായത് നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ജനുവരിയിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉയർന്നു വരികയും ആ പ്രക്ഷോഭത്തിന് പിന്നാലെ വീണ്ടും ഫെബ്രുവരിയിലും ആ പ്രക്ഷോഭം ചില രീതിയിൽ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ആ പ്രക്ഷോഭത്തിൽ നിരവധി പേരെ അടിച്ചൊതുക്കുകയും അതുപോലെ തന്നെ ആശുപത്രിയിൽ കഴിയുന്നവരെ കൊന്നൊടുക്കുക, അത്തരത്തിലുള്ള കൊടുംക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളെല്ലാം നടത്തിയിരുന്നു. ആ നടത്തുന്നതിന് നേതൃത്വം നൽകിയ ഇൻറ്റേർണൽ സെക്യൂരിറ്റി സംവിധാനത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമിച്ചു എന്ന ഏറ്റവും സുപ്രധാനമായൊരു വിവരവും അവർ പുറത്തുവിടുന്നുണ്ട്. പിന്നീട് പറയുന്നത് സൈബർ വാർഫെയർ ഹെഡ് ക്വാർട്ടേഴ്സാണ്. നമുക്കറിയാവുന്നതാണ്, സൈബർ യുദ്ധം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തെ യുദ്ധങ്ങളിൽ സൈബർ ഹാക്കിങ്ങും അതുപോലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ ആക്രമണം നടത്താൻ സാധിക്കും. അതായത് ആക്രമിക്കാൻ തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും മറ്റിടങ്ങളിൽ ആക്രമിക്കുന്നതിന് പശ്ചാത്തലമൊരുക്കാനും ഈ സൈബർ വാർഫെയർ കൊണ്ട് സാധ്യമാകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിവിധ ഘടകങ്ങളെല്ലാം തന്നെ തകർത്തെറിഞ്ഞ ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, അതിശക്തമായ ആക്രമണം ഒരു വിട്ടുവീഴ്ചയില്ലാതെ തുടരുന്നു എന്ന് തന്നെയാണ്. അതിശക്തമായ ആക്രമണം വിട്ടുവീഴ്ചയില്ലാതെ തുടരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നും കൃത്യമായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നുണ്ട്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അമേരിക്കയുടെ പിന്തുണ അതിശക്തമായി തുടരുന്നു എന്ന് തന്നെയാണ്. അമേരിക്ക ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങൾ തുടരുമെന്ന് തന്നെയാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ തോതിലുള്ള ഒരു ആക്രമണം, അല്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകും. അതില്ലാതെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ അതിശക്തമായ നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനാവുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇന്നലെ ശ്രീലങ്കൻ തീരത്ത് ഒരു കപ്പൽ, അതായത് ഇറാൻ്റെ കപ്പൽ, മുങ്ങിക്കപ്പൽ ഉപയോഗിച്ച് അമേരിക്ക ആക്രമിച്ച് തകർത്തിരുന്നു. ആ തകർത്ത കപ്പലിൽ നിന്ന് 32 പേരെ രക്ഷിക്കുകയൊക്കെ ചെയ്തു നാവികസേന. ശ്രീലങ്കൻ നാവികസേന ഒരു രക്ഷാദൗത്യത്തിൻ്റെ സന്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നതൊഴിച്ചാൽ നിരവധി പേരെ കാണാതായിട്ടുണ്ട്, 80-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഇറാൻ്റെ പരിസരത്ത് നിന്ന് അപ്പുറത്ത് പോലും എത്തുന്ന ഇറാൻ്റെ യുദ്ധക്കപ്പലുകളെ കൃത്യമായി അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നു. അത് അന്തർവാഹിനികളിലൂടെ തന്നെ, അതായത് സമുദ്രത്തിൽ നേരിട്ടെത്തിയ അന്തർവാഹിനികളിലൂടെ ടോർപിഡോ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നത്. ഔദ്യോഗികമായി തന്നെ പീറ്റ് ഹെഗ്സെത്തും അതുപോലെ തന്നെ അമേരിക്കൻ പ്രതിരോധ സേന വക്താക്കളെല്ലാം തന്നെ അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ടോർപിഡോ ഉപയോഗിച്ച്, മുങ്ങിക്കപ്പലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ആക്രമണത്തിൽ ആ കപ്പൽ പൂർണ്ണമായും തകർന്നുവെന്നും തകർന്ന കപ്പലിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്നലെ വിശദീകരണങ്ങളെല്ലാം തന്നെ നൽകിയത്. അത്തരത്തിൽ അതിസങ്കീർണമായൊരു നീക്കങ്ങൾ ഇറാനെതിരെ അതിശക്തമായി തുടരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പ്രധാന വിഷയങ്ങളെന്ന് പറയുന്നത്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. നേരത്തെ ജൂണിലുണ്ടായ ആക്രമണത്തിൽ ആ ആണവ കേന്ദ്രത്തിന് യാതൊരു തകരാറും സംഭവിച്ചില്ല
സംഭവിച്ചിട്ടില്ല. അതായത് ആണവ ഇന്ധനം പുറത്തു വരുന്ന രീതിയിലുള്ള ഒരു തകരാറ്, എൻറിച്ച്ഡ് യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന സെല്ലറുകൾക്ക് തകരാറുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. നെറ്റൻസ് എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിൽ ചെറിയ തകരാറുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള നിരീക്ഷണം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നടത്തുന്നുണ്ട്. അതേ ആണവോർജ്ജ ഏജൻസി തന്നെയാണ് ഈ ഒരു നിലപാടും അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു ആണവ വികിരണത്തിൻ്റെ ഭീഷണി, ആണവ വികിരണത്തിൻ്റെ ഭീഷണി ഉയർത്തി യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുക എന്നൊരു നീക്കം നേരത്തെ ഇറാൻ നടത്തിയിരുന്നു. അതിന് ശക്തമായൊരു തിരിച്ചടിയേറ്റിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വിശാലമായ രീതിയിലുള്ള ആക്രമണം മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തുടരുക. നമുക്ക് ഐസന്റെ കാര്യം നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അതും കൂടി. ഐസൻ ജി നമസ്തേ, ശബ്ദം ശരിയായില്ല അല്ലേന്ന്. ശബ്ദം ഈ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഐസൺ ഇന്റർനാഷണൽ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശബ്ദത്തിന് റെസ്റ്റ് വരുന്നില്ല. യുദ്ധം ഇനിയും തുടരുമെന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് ഐസണ് വിശ്രമമില്ലാതെ ഇങ്ങനെ വാർത്തകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് ശബ്ദത്തിനൊരു പ്രശ്നം വന്നിരിക്കുന്നത്. പ്രേക്ഷകരും അത് മനസ്സിലാക്കുന്നു. എന്തായാലും ശബ്ദം ക്രമീകരിച്ച് തന്നെ പറയാൻ പരമാവധി ഐസൺ ശ്രമിക്കുന്നുണ്ട് അല്ലേ ഐസൺ? അങ്ങനെയല്ലേ? ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ടല്ലോ. പക്ഷേ പിന്തുണ കൃത്യമായി ഡെസ്കിൽ നിന്നും താങ്കളിൽ നിന്നൊക്കെ ലഭിക്കുന്നത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. എന്തായാലും ഐസൻ തുടരുക. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനു മുൻപ് നമുക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിതി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ നടപടിക്രമങ്ങൾ അവർ എടുക്കുന്നുണ്ട്, നടപടികളിലേക്ക് പോകുന്നുണ്ട്, കൂടുതൽ ഭാരതീയരെ ഒഴിപ്പിക്കുന്നുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. UAE ഓവർസ്റ്റേ ഫൈൻ ഒഴിവാക്കിയിട്ടുണ്ട്. വ്യോമപാത അടച്ചതിനെ തുടർന്ന് രാജ്യത്ത് കുടുങ്ങിയവരുടെ വിസ പിഴകളാണ് UAE ഒഴിവാക്കിയത്. വിമാനത്താവളത്തിൽ കുടുങ്ങിയവർ ഫെബ്രുവരി 28 ശേഷം സന്ദർശക വിസ, ടൂറിസ്റ്റ് വിസ കാലാവധി തീരുന്നവർക്കും ഇളവ് ബാധകമാണ്. താമസ വിസ റദ്ദാക്കി രാജ്യം വിടാനിരിക്കുന്നവർക്കും ഫൈൻ ഉണ്ടാകില്ല. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ ആണ് ചേരുന്നത്. ഷിൻസ്, വളരെ നിർണായകമായ ഒരു നീക്കം UAE നടത്തുമ്പോൾ അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഒപ്പം തന്നെ ഈ ടൂറിസ്റ്റ് വിസയിൽ അടക്കം എത്തിയവർക്കും വലിയ ആശ്വാസം നൽകുന്നുണ്ട്. കാരണം ചിലരുടെ വിസ കാലാവധി കഴിയുന്നു. ഒപ്പം തന്നെ ഈ പ്രത്യേകിച്ച് ഈ വിസ, ഫാമിലി വിസ വിസയിലടക്കം നിൽക്കുന്നവർക്കും ഇത് വലിയ ആശ്വാസം പകരുന്നുണ്ട്. എങ്ങനെയാണ് UAEയുടെ പുതിയ തീരുമാനങ്ങൾ? ഒപ്പം തന്നെ നിരവധി ഇന്ത്യക്കാരെ ഭാരതത്തിലേക്ക് അവർ തിരികെ എത്തുന്നുണ്ട്. അവിടെ ഉള്ളവരുടെ ആശങ്ക എങ്ങനെയാണ്? എല്ലാം പങ്കുവയ്ക്കും. രാജീവ് വിനോദ്, UAEയുടെ ഭാഗത്ത് നിന്ന് സുപ്രധാനമായ തീരുമാനമാണ് വന്നിരിക്കുന്നത്. നേരത്തെ നിരവധി പേർക്ക് ആശങ്കയുണ്ടായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷം വ്യോമപാത അടച്ചതിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാനാവാതെ പോയ നിരവധി പേരുണ്ട് UAEയിൽ. അവർക്കെല്ലാം ആശ്വാസം പോലുള്ള തീരുമാനമാണ് ഇപ്പോൾ UAEയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ വിസ പിഴകൾ, രാജ്യത്ത് ഓഗസ്റ്റ് വന്ന് കുടുങ്ങിയവരുടെ വിസ പിഴകളാണ് ഒഴിവാക്കിയിരിക്കുന്നത്. വിമാനത്താവളത്തിൽ കുടുങ്ങിയവർ ഫെബ്രുവരി 21 ശേഷം സന്ദർശിച്ച ടൂറിസ്റ്റ് വിസ കാലാവധി തീരുന്നവർ എല്ലാവർക്കും